സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണം കൊണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം അവിടുത്തെ പുത്രനായ ശീസ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുത്തു, എൻ്റെ ശേഷം നീയാണ് ഇനി പ്രതിനിധിയായിട്ടുള്ളത്. അപ്പോൾ നീയാണ് എല്ലാ കാര്യങ്ങളും ജനങ്ങളെയൊക്കെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ട ആൾ. അതുകൊണ്ട് നീ അള്ളാഹുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുല്ലമാ ദക്കർത്തല്ലാഹ, നീ അള്ളാഹുവിനെക്കുറിച്ച് എവിടെയെല്ലാം പറയുന്നുണ്ടോ അവിടെ ഫദ്കുർ, നീ പറയണം ഇലാ ജംബിഹി, അതിൻ്റെ അടുത്ത് തന്നെ നീ എന്താക്കണം, പറയണം ഇസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും അതിൻ്റെ കൂടെ പറയണം. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് നീ എവിടെയെല്ലാം പറയുന്നുണ്ടോ അവിടെ നബി തങ്ങളെ കുറിച്ച് നീ പറയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ആദരിക്കപ്പെടുന്ന മനുഷ്യനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ പേരിനോട് ഒട്ടിച്ചേർന്ന് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ആകാശങ്ങളിലൊക്കെ ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ എനിക്ക് കാണാൻ ഇടയായിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം പറഞ്ഞത്. ഇമാം അബൂ നഈം എന്നവർ റിപ്പോർട്ട് ചെയ്യാണ് അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, അവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ മൂസ ഇന്നമൻ ലഖിയനി വഹുവ ജാഹിദുൻ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ഒരുത്തൻ എന്നെ കണ്ടുമുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിക്കുന്നവനാണ്, എന്നാൽ അദ്ഖൽതുഹു നാർ, അവനെ ഞാൻ നരകത്തിൽ പ്രവേശിപ്പിക്കും, അവനെ ഞാൻ മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, മൻ മുഹമ്മദുൻ, ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? അവിടെ നിന്ന് അല്ലാഹു പറയുന്നു, എൻ്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം, മുഹമ്മദ് എന്നുള്ളത് അവിടുത്തെ പേരിനെ ഞാൻ ഇസ്മിനെ അർഷിൻ്റെ കമാനത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കേറ്റവും പ്രിയപ്പെട്ട ആളാണ്, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ അവൻ വഅഖ്റജഹു ഫി ആഖിരി സമാനി കമാ ഖദ്ദറ വഅബ്ദാ, വഅഖ്റജഹു, പിന്നെ ആ പ്രവാചകനെ പിന്നെ ആഖിറു സമാനിൽ അവിടുത്തെ ജിസ്മായി പടക്കുകയാണ്. കമാ ഖദ്ദറ, മുമ്പ് കണക്കാക്കിയതുപോലെ അല്ലാഹു